നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പൊടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുവാണേ. ഇനി നമുക്കിതിലേക്ക് ലേശം ഒന്ന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം, കുറച്ചൊഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ഏലക്ക പൊടിച്ചതും കുറച്ച് ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്തു. അതിനുശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഇത് നമുക്കൊന്ന് ഒഴിച്ച് ഇതുപോലെ ഓരോ സ്പൂൺ വീതം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ നമ്മുടെ റോബസ്റ്റ പഴമായിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ടാണ് അഡീഷണലി ആയിട്ട് മധുരമൊന്നും ചേർക്കാത്തത്. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഇതിപ്പോൾ നമുക്ക് പഴത്തിന്റെ ആ ഒരു രുചി മാത്രമേ ഉണ്ടാവുള്ളൂ, അഡീഷണൽ മധുരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണേ. ഇനി നമുക്കിത് കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കുഞ്ഞ് സ്നാക്കാട്ടോ. നമുക്കിത് അടുത്ത സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നമ്മുടെ പഴം ഒന്ന് പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിനൊന്ന് അടിച്ചെടുക്കുക. ഈ സമയത്ത് വെള്ളവും ചേർത്ത് അടിക്കരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കരയാണ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഏലക്ക ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് വേറെ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലെ കുറച്ച് ബോൾസ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ആവി പാത്രത്തിലേക്ക് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് ആവി കയറി ഒക്കെ വരുമ്പോഴത്തേക്കും പഴമായിട്ട് മിക്സ് ആയതിനു ശേഷം വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാട്ടോ. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഏത്തപ്പഴയ്ക്ക് ആവി കയറി വന്നിട്ടുണ്ടേ. നമുക്കിനി ഇത് ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഉടച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏലൊക്കെ ഞാൻ ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഏലക്ക പൊടിയായിട്ട് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തത് നമ്മുടെ ശർക്കരയാണ്. കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അതിന് കൂടെ തന്നെ ഞാൻ നെയ്യിൽ വറുത്ത പൊട്ടുകടലയും കുറച്ച് മുന്തിരിയും കാഷ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് കൈയൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ഇനി ഇതൊരു വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് എല്ലാം ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. നമ്മുടെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയതല്ലേ, അപ്പോൾ ഒരുപാട് നേരത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ സ്നാക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇപ്പൊ ഏത്തപ്പഴം കറുത്ത് പോയതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ചെറുപഴം കൊണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കട്ടോ. ഏത്തപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിരുന്നുകാരെയും കുട്ടികളെയൊക്കെ നമുക്കൊന്ന് ഞെട്ടിച്ചാലോ? അതിനായിട്ട് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ഇനി നന്നായിട്ടൊന്ന് പുഴുങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത നമ്മുടെ പഴത്തിനകത്തോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക ചതച്ചും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണേ. നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചൊരു ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുഞ്ഞു ഇതുപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. ഞാൻ അപ്പൊ ഈ ഷേപ്പിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ ബോൾസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറി വരട്ടെ. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്ലെങ്കിൽ വിരുന്നുകാർക്കും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന കിടിലൻ ഐറ്റം അല്ലേ. ഇനി പഴം കറുത്തു പോയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാന്നേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കറുത്ത പഴമൊക്കെ ഒന്ന് ആവി കയറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ ചേർത്തത് തേങ്ങയാട്ടോ. കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത്, നല്ല ജീരകം, ചുക്ക് പൊടിച്ചത്, ഇതൊക്കെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് കയ്യിൽ ലേശം നെയ്യൊന്ന് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. വേറെ ഷേപ്പിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് വാഴയില വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ സമയത്ത് വാഴയില ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതെല്ലാം കൂടി നമ്മുടെ ആവി പാത്രത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ആവി കയറി വരട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്കൊക്കെ തയ്യാറാവും. അപ്പൊ നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സ്നാക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ കറുത്ത പഴം കൊണ്ടും ചെറുപഴം കൊണ്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്ന കുറച്ച് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.